നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ എങ്കിലും BJP നേടിയത് ചരിത്ര നേട്ടമാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത്. അതിലുപരി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ആണ് ഒന്നാം സ്ഥാനത്ത്. 8 മണ്ഡലങ്ങളിലാണ് പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തിയത്. 2016 നേമത്ത് ഒന്നാമതും മറ്റ് 7 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും 2021 നേമം ഉൾപ്പെടെ 9 മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയുമായിരുന്നു BJPയുടെ മുൻകാല വലിയ മുന്നേറ്റം. 2016 നേമത്ത് O രാജഗോപാൽ ജയിച്ചു. മഞ്ചേശ്വരം K സുരേന്ദ്രൻ 56,781, കാസർഗോഡ് രവീശ തന്ത്രി കുണ്ടാർ 56,120, വട്ടിയൂർക്കാവ് കുമ്മനം രാജശേഖരൻ 43,700, കഴക്കൂട്ടം V മുരളീധരൻ 42,732, ചാത്തന്നൂർ BB ഗോപകുമാർ 33,199, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 40,076, മലമ്പുഴ C കൃഷ്ണകുമാർ 46,157 എന്നീ മണ്ഡലങ്ങളിലാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തിയത്. 2021 മഞ്ചേശ്വരം K സുരേന്ദ്രൻ 65,013, കാസർഗോഡ് K ശ്രീകാന്ത് 50,395, വട്ടിയൂർക്കാവ് VV രാജേഷ് 39,396, കഴക്കൂട്ടം ശോഭാ സുരേന്ദ്രൻ 40,193, ചാത്തന്നൂർ ഗോപകുമാർ 42,090, പാലക്കാട് E ശ്രീധരൻ 50,220, മലമ്പുഴ C കൃഷ്ണകുമാർ 50,200, നേമം കുമ്മനം രാജശേഖരൻ 51,888, ആറ്റിങ്ങൽ P സുധീർ 38,262 എന്നിവിടങ്ങളിലാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത്. കേരളത്തിന്റെ ഭരണം എന്നത് BJPക്ക് അപ്രാപ്യമല്ലെന്ന തിരിച്ചറിവാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് BJPക്ക് നൽകുന്നത്. 2 വർഷം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് ആഞ്ഞുപിടിച്ചാൽ BJPക്ക് 20 സീറ്റുകൾ നിഷ്പ്രയാസം വിജയിക്കാനാകുമെന്ന് BJP ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു. മിക്ക മണ്ഡലങ്ങളിലും 20% വോട്ട് നേടാനും BJPക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.